കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3ാം സെമസ്റ്റർ പൊളിറ്റിക്കൽ സയൻസ് ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്ന പുസ്തകത്തിലെ MCQ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. MCQൻ്റെ പ്രാധാന്യം, അതിൻ്റെ മാർക്കും ഒക്കെ നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞതായതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്നുള്ള പുസ്തകത്തിൽ 200 ക്വസ്റ്റ്യൻസ് ആണ് യൂണിവേഴ്സിറ്റി നമുക്ക് തന്നിട്ടുള്ളത്. ആ 200 ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. MCQവിൽ തന്നെ അത്യാവശ്യം മാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് സബ്ജക്റ്റ് വിജയിക്കാനും കഴിയും. ഒന്നാമത്തെ ചോദ്യം, യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് എത്ര വിഷയങ്ങളാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ഇങ്ങനെ 3 തരത്തിൽ ഗവൺമെൻറ് ചെയ്യേണ്ട വിഷയങ്ങളെ, ഉത്തരവാദിത്തങ്ങളെ 3 ആക്കി തിരിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്ന ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുടെ വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒരുമിച്ച് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കൺകറൻറ്റ് ലിസ്റ്റ്. ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ എത്ര വകുപ്പുകളാണ് അല്ലെങ്കിൽ എത്ര വിഷയങ്ങളാണ് ഉൾപ്പെടുന്നത്? ആൻസർ 100 സബ്ജക്റ്റ്, 100 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ വ്യാഖ്യാനം അതിൻ്റെ ആത്മാവിനെ അടിസ്ഥാനമാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? പ്രിയാമ്പിൾ എന്നുള്ളതാണ് ഉത്തരം. എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഭരണഘടനയുടെ സത്ത, അതിൻ്റെ ആത്മാവ് എന്താണ് എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് പറയുന്നില്ല, മലയാളം മാത്രം പറഞ്ഞു പോവുകയാണ്. ഇംഗ്ലീഷ് കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വീഡിയോ വളരെ ദൈർഘ്യമുള്ളതാവും എന്നുള്ളത് കൊണ്ടാണ് മലയാളം മാത്രം പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത് ആരുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായാണ്? ആൻസർ ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള അസംബ്ലി രൂപീകരിക്കുന്നത്, സമിതി രൂപീകരിക്കുന്നത്. നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ സ്വീകരിച്ചത് ഏത് ഭരണഘടനയിൽ നിന്നാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് മറ്റിതര രാജ്യങ്ങളുടെ ഭരണഘടന പരിശോധിച്ച് അതിലെ നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നത് ഏത് ഭരണഘടനയിൽ നിന്ന് സ്വീകരിച്ചതാണ്? ആൻസർ റഷ്യൻ ഭരണഘടനയിൽ നിന്ന് സ്വീകരിച്ചതാണ്. അഞ്ചാമത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഏത് ആർട്ടിക്കിളിലാണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നാൽ ഭരണഘടനയെ ബഹുമാനിക്കുക, ദേശീയ പതാകയെ ആദരിക്കുക, ദേശീയ ഗാനത്തെ ആദരിക്കുക, ഐക്യം, പരമാധികാരം ഇവ മുറുകെ പിടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇത് ഏത് ആർട്ടിക്കിളിലാണ് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 51A എന്ന ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിലെ സ്വത്തവകാശം ഏത് അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ലീഗൽ റൈറ്റ് ആണ്, നിയമപരമായ അവകാശം ആണ് ഇന്ത്യയിലെ സ്വത്തവകാശം എന്നത്. ഏഴാമത്തത്, ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത്. എട്ടാമത്തെ ചോദ്യം, നമ്മൾ റിട്ടുകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഹേബിയസ് കോർപ്പസ്, കോവാറൻറ്റോ അടക്കമുള്ള ഒരുപാട് റിട്ടുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് റിട്ടാണ് വി കമൻഡ്, ഞങ്ങൾ കൽപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്?
ഉത്തരം മാൻഡമസ് എന്ന് പറയുന്ന റിട്ടാണ്. 9ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ 4 മൗലികാവകാശങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് അതിൽ ഉൾപ്പെടാത്തത്? 1. ഉപജീവന മാർഗത്തിനുള്ള അവകാശം. 2. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 4. സമത്വത്തിനുള്ള അവകാശം. ഇതിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലാത്തത് ഏതാണ്? ആൻസർ എ ആണ്, ഉപജീവന മാർഗത്തിനുള്ള അവകാശം. 10. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൊണ്ടുവന്നത് ഏത് ഭരണഘടനയിൽ നിന്നാണ്? ഏത് ഭരണഘടനയിൽ നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്? ഉത്തരം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുള്ള തത്വം നമ്മൾ സ്വീകരിക്കുന്നത്. 11ാമത്തെ ചോദ്യം, കേശവാനന്ദ ഭാരതി കേസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? കേശവാനന്ദ ഭാരതിയും കേരള സർക്കാരും തമ്മിൽ ഒരു ചെറിയ കേസുണ്ടായിരുന്നു. കാസർഗോഡിനടുത്തുള്ള എടനീർ മഠം എന്ന് പറയപ്പെടുന്ന മഠത്തിൻ്റെ അധികാരിയായിരുന്നു സ്വാമി കേശവാനന്ദ ഭാരതി. 1969 കേരള സർക്കാർ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിനെതിരെ കേശവാനന്ദ ഭാരതി സുപ്രീം കോടതിയെ സമീപിച്ചു. അങ്ങനെ കേശവാനന്ദ ഭാരതി ഒരു ഭാഗത്തും കേരള സർക്കാർ മറ്റൊരു ഭാഗത്തുമായിക്കൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് നടന്നു. ഈ കേസ് എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു? ആൻസർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ആ കേസ് നടന്നിരുന്നത്. 12. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ചേർത്തത് ഈ ഭേദഗതിയിലൂടെയാണ്. ആൻസർ 42ാമത്തെ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് എന്ന വാക്ക് എഴുതി ചേർത്തത്. 13. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽപ്പെട്ട ഒന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ്? 1. റിജിഡ് എന്ന് പറഞ്ഞാൽ കാഠിന്യമുള്ളതാണ്, ഒരിക്കലും മാറ്റിത്തിരുത്താൻ പറ്റാത്ത അത്രയും കാഠിന്യമുള്ളതാണ്. ബി ഫ്ലെക്സിബിളാണ്, വഴക്കുള്ളതാണ്, പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. സി കാഠിന്യവും വഴക്കും സംയോജിപ്പിച്ചതാണ്, രണ്ടും ചെയ്യാൻ കഴിയാവുന്ന രീതിയിലാണ്. തിരുത്താനും പ്രയാസമാണ്, അതേപോലെ തന്നെ തിരുത്താൻ എളുപ്പമുള്ളതും ആണ്. രണ്ടും ഉൾക്കൊള്ളിച്ചതാണ്, കാഠിന്യത്തിൻ്റെയും വഴക്കത്തിൻ്റെയും സംയോജനം. അതാണ് റൈറ്റ് ആൻസർ. ശരി ഉത്തരം അതാണ്. നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാനും, അതേസമയം മാറ്റണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പ്രൊസീജിയറുകൾ, ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് ഭരണഘടന നമുക്ക് തിരുത്താൻ കഴിയുകയുള്ളൂ. 14. ഏത് ആർട്ടിക്കിളിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പ് നൽകിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 19 നൽകിയിരിക്കുന്നത്. 15. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഭരണത്തിനായി ഇന്ത്യൻ ഗവൺമെൻറ് പിന്തുടരേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അതിൻ്റെ പ്രത്യേകത എന്താണ്? ജസ്റ്റിഫയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കോടതി വഴി ചോദ്യം ചെയ്യാവുന്നതാണ്. മാൻഡേറ്ററി, അതേപോലെ തന്നെ നോൺ ജസ്റ്റിഫയബിൾ എന്നുള്ളത്. ഇതിൽ റൈറ്റ് ആൻസർ ബി ആണ്. നമുക്ക് ഒരു കോടതിയെയും സമീപിച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഗവൺമെൻറ് പാലിക്കേണ്ടതാണ്. അത് പാലിച്ചിട്ടില്ല എങ്കിൽ കോടതി വഴിയോ മറ്റോ ഒന്നും നമുക്ക് നടപ്പിലാക്കാനും മറ്റും നിർദ്ദേശം നൽകാൻ കഴിയുന്നതല്ല. അതാണ് അതിൻ്റെ ഉത്തരം. 16. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം എന്ന വാക്ക് ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയാണ്? സെക്യുലറിസം എന്നുള്ള വാക്ക് ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയാണ്? ആൻസർ 42ാമത്തെ ഭേദഗതിയിലൂടെയാണ് ചേർത്തിട്ടുള്ളത്. 17. സ്വത്തവകാശം എന്നത് ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? റൈറ്റ് ടു
പ്രോപ്പർട്ടി, സ്വത്തവകാശം ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 31. 18ാമത്തെ ചോദ്യം, ഈ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. സ്വത്തവകാശം ആദ്യം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗം ആയിരുന്നു, പിന്നീട് അതിൽ നിന്ന് നീക്കം ചെയ്തു. അത് ഏത് ഭേദഗതിയിലൂടെയാണ് നീക്കം ചെയ്തത്? ആൻസർ 42ാം ഭേദഗതിയിലൂടെയാണ് നീക്കം ചെയ്തത്. 19. ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നത്? ആൻസർ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. 20. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം എങ്ങനെയാണ്? അത് പെട്ടെന്ന് മാറ്റി തിരുത്താൻ കഴിയുമോ? ഒന്നാമത്തെ ആൻസർ വളരെ പ്രയാസകരമേറിയതാണ്. രണ്ടാമത്തത് വളരെ പെട്ടെന്ന് കഴിയുന്നതാണ് ബി. മൂന്നാമത്തത് ഭാഗികമായി കാർക്കശവും അതേപോലെ തന്നെ വഴക്കവുമുള്ളതാണ്. എന്നാൽ തിരുത്തണം എന്നുണ്ടെങ്കിൽ തിരുത്താം, എന്നാൽ അതിനൊരുപാട് ഘട്ടങ്ങളുണ്ട്. എന്നാൽ അതേസമയം തിരുത്തണം എന്നുണ്ടെങ്കിൽ വളരെ പ്രയാസം നിറഞ്ഞതുമാണ്, തിരുത്തണം എന്നുണ്ടെങ്കിൽ തിരുത്താവുന്നതുമാണ്. അതാണ് പാർട്ട്ലി റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാഗികമായി കാർക്കശ്യവും വഴക്കവും ഉള്ളതാണ്. 21. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിർബന്ധമാക്കുന്നത് ഏത് ഭേദഗതിയിലൂടെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നിർബന്ധമാക്കുന്നത് ഏത് ഭേദഗതിയിലൂടെയാണ്? ആൻസർ 73ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് സംവിധാനം വരുന്നത്. 22. പഞ്ചായത്ത് സംവിധാനം ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഇതിലേതിൽ ഉൾപ്പെട്ടതാണ് പഞ്ചായത്ത് സംവിധാനം എന്നുള്ളത്? ഉത്തരം സ്റ്റേറ്റ് ലിസ്റ്റ്. സംസ്ഥാനങ്ങളാണ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. ആ സംസ്ഥാനത്ത് പഞ്ചായത്ത് സംവിധാനം വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്. 23. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുന്നത്? ആർട്ടിക്കിൾ 40 പ്രകാരമാണ് നമ്മുടെ രാജ്യത്ത് പഞ്ചായത്തുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 24. ഏത് ഏജൻസിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്? പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? ആൻസർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇവിടേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതും നടത്തുന്നതും. 25. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ആരാണ്? രാജ്യത്തിൻ്റെ പുരോഗതി വിലയിരുത്തുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടിയുള്ള സമിതിയാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ആ കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ്? ആൻസർ പ്രൈം മിനിസ്റ്റർ. അതാത് കാലത്തെ പ്രൈം മിനിസ്റ്റർ ആരാണോ അവരാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി വരുന്നത്. 25 ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. ബാക്കി അടുത്ത വീഡിയോയിലൂടെ പറയാം.